അവൻ എനിക്ക് അയച്ചു തന്ന ഒരു വോയിസ് ആണ്. നീ ഭയം മൈര, നിന്നെ മൈര എന്നല്ല പൊലടി പൂരി മോനെ. എൻ്റെ പങ്ങൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ട് നീ കൂട്ടി കൊടുക്കാൻ നിന്നല്ല നീ. വല്ല നൊട്ടനോട് ആൾക്കാർ നിൽക്കണ്ടട്ടാ. നീ എന്താ പറയുന്നത്? നീ ബ്ലോഗൊന്നും കാണണ്ട, മനസ്സിലായ? ബ്ലോഗിൽ നമ്മൾ പല ആക്ടർമാരെ പല ആക്ടിങ് കളിക്കും. പക്ഷെ നീ ഉള്ളിലുള്ള വിരഹം ഉണ്ടല്ലോ. അപ്പോൾ റിഫാനോട് ഇങ്ങനെ പറഞ്ഞു, ആരും കാണാത്ത ഒരു ടൈം റിഫാനോട് പറഞ്ഞതാണ്, ഇവിടുന്ന് നീ എസ്കേപ്പ് ആയിക്കോ, നിൻ്റെ മെഹനു എന്നെ വെച്ചിട്ട് നിൻ്റെ ബ്ലാക്ക് മെയിലാക്കാൻ ട്രാപ്പാക്കാൻ നോക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. ഇതെന്തോ എന്നെ ബ്ലാക്ക് മെയിലാക്കാനുള്ള ഒരു പരിപാടിയാണ്. അതുമല്ല, ഞാൻ അവിടെ ഇരുന്നിട്ടല്ലോ ഉള്ള അവരൊപ്പം അവിടെ ബെഡിൽ എല്ലാവർക്കും ഇരുന്നിട്ടുണ്ട്. എന്നെ അറിയാണ്ട് അവൻ വീഡിയോ എടുക്കുന്ന ദൃശ്യം എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇത് നിന്നെ ഞാൻ പബ്ലിഷ് ആക്കും, വേണ്ടാത്ത രീതിയിൽ പറഞ്ഞ് ഇതാക്കിയിട്ട്, പിന്നെ ഇതിനു വേണ്ടി ഈ റിഫൈ നിൻ്റെ മേലേക്ക് ഞാൻ ഇടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും മോശമായ മെസ്സേജ് ഈ പറയുന്ന റിഫക്ക് അയച്ചിട്ടുണ്ടോ? സത്യമായിട്ട് പറയണം, കാരണം ഇതൊക്കെ നിങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നാളുകളിൽ ഇതൊക്കെ പുറത്തു വരും. സാർ എനിക്ക് ആ മൊബൈൽ വാങ്ങിത്തന്ന രീതി കണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് തന്നെ കയറിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ. കാരണം എന്താ വെച്ചാൽ എൻ്റെ പേഴ്സണൽ വീഡിയോസ് അവൻ്റെ കയ്യിലാണ് ഉള്ളത്. അത് വെച്ചിട്ടാണ് ഇവന് കുറച്ച് ആൾക്കാർ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ നിങ്ങളെ ന്യൂസ് കണ്ട് സാധിച്ചത് നിങ്ങൾക്കെതിരെ പരാതി തന്നതാണ്. എനിക്കൊരു അത് സാരില്ല, നമുക്കെതിരെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പരാതി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നാളുകളിൽ ചിലപ്പോൾ ബാച്ചക്കടക്കം പരാതി കൊടുക്കേണ്ടി വരാം. കാരണം നമുക്കൊരു സ്റ്റാൻഡില്ലല്ലോ. നമ്മൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നാളുകളിൽ ഞാൻ ബാച്ചയുടെ ഭാഗത്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് തുറന്ന് പറഞ്ഞു എന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാച്ചക്ക് അത് രസിച്ചില്ലെങ്കിൽ ബാച്ച പോയിട്ട് ഒരു പരാതി കൊടുക്കുക. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരു ആണുങ്ങൾ മരിച്ചെങ്കിൽ ഭാര്യ ഉള്ളിൽ കൂടിയിട്ട് കരയാറുണ്ട്. ഇവനെന്ത് ഉള്ളിൽ കൂടിയിട്ട് പെണ്ണിനെ പോലെ നിൽക്കുന്നത്? സ്വന്തം ഓള് മരിച്ചാൽ അവനല്ല അന്വേഷിക്കേണ്ടത്. ഷുവറായിട്ടും അത് നിങ്ങൾ ചിന്തിച്ചോ. എൻ്റെ ഒരു വീഡിയോസ് ഏടെങ്കിലും ഒന്ന് പബ്ലിഷ് ആയാൽ കാസർഗോഡ് സി ഉറപ്പ് തന്നിട്ടുണ്ട്, അത് അവർക്കെതിരെ കേസാണ്. അത് ഇവൻ എൻ്റെ പങ്ങളെടുക്കും. ഇവന് നല്ലൊരു ടെൻഷനാണ്. അത്രയും ബാഡാണ് ഓൻ ഈ വോയിസിൽ എൻ്റെ പങ്ങന്മാരും എൻ്റെ ഉപ്പാനുമാനും പറഞ്ഞിട്ടുള്ളത്. മെഹനാസിന്റെ ആരോപണം ഇപ്പോഴും കൊണ്ടെത്തിക്കുന്നുള്ളത് ബാച്ചയിലേക്ക് തന്നെയാണ്. മെഹനാസ് ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത്, തൻ്റെ ജീവിതം തച്ചുടച്ചവൻ, തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വില്ലനായി വന്നവൻ. എൻ്റെ സംശയം ബാച്ച തന്നെയാണ്. ഈ ആരോപണം മെഹനാസ് ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട മെഹനാസിന്റെ വീഡിയോ വളരെ വ്യക്തമായിട്ട് പബ്ലിക്കെല്ലാം കൊടുത്തിട്ടുമുണ്ട്. അതിഗുരുതരമായ ആരോപണം വീണ്ടും വീണ്ടും മെഹനാസ് ആവർത്തിച്ച് നിങ്ങൾക്കെതിരെ തന്നെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ? നിങ്ങൾ ഞങ്ങളോട് പറയാത്തതായിട്ട് മറച്ചു വെച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോഴും പറയുന്നു, പലരും മെഹനാസും റിഫയുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ച പല അഭിമുഖങ്ങളിലും ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകാതെ പതുങ്ങി നിൽക്കുന്നവരെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു വ്യക്തതയും ആരും നൽകുന്നില്ല. ചോദിക്കുന്നത് എന്തോ, ഉത്തരം നൽകുന്നത് വേറെ എന്തോ. ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കാണുന്ന ആളുകൾ മണ്ടന്മാരെന്നല്ലാതെ പിന്നെന്താണ് പറയേണ്ടത്? ഇതിലൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് എത്തേണ്ടത്. ഇതിങ്ങനെ അവസാനിക്കാത്ത ഒരു സീരിയൽ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളും താല്പര്യപ്പെടുന്നില്ല, ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല. പക്ഷെ ഒരു താല്പര്യമുണ്ട്, റിഫക്ക് എന്താണ് സംഭവിച്ചത്? റിഫയെ ആരാണ് ഇല്ലാതാക്കിയത്? അതിന് പിന്നിലുള്ളവർ ബാച്ചയായാലും മെഹനാസ് ആയാലും ഇനി ആരായാലും ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ബാച്ചയോട് പറയുന്നത്, വളരെ സത്യസന്ധമായിട്ട് പറയണം, എന്താണ് മൂന്നാറിൽ സംഭവിച്ചത്? ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങൾക്കൊരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കുമല്ല എല്ലാവരും ഇത് കാണുന്ന എല്ലാവർക്കും ഞാൻ കേൾപ്പിക്കാണ്. കേൾപ്പിക്കേ. അവൻ എനിക്ക് അയച്ചു തന്ന ഒരു വോയിസ് ആണ്. നീ ഭയം മൈര, നിന്നെ മൈര എന്നല്ല പൊലടി പൂരി മോനെ. എൻ്റെ പങ്ങൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ട് നീ കൂട്ടി കൊടുക്കാൻ നിന്നല്ല നീ. വല്ല നൊട്ടനോട് ആൾക്കാർ നിൽക്കണ്ടട്ടാ. നീ എന്താ പറയുന്നത്? നീ ബ്ലോഗൊന്നും കാണണ്ട, മനസ്സിലായ? ബ്ലോഗിൽ നമ്മൾ പല ആക്ടർമാരെ പല ആക്ടിങ് കളിക്കും. പക്ഷെ നീ ഉള്ളിലുള്ള വിരഹം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ എനിക്കിട്ട ഒരു വോയിസാണ് ഇവന്. എന്തിനിട്ടതെന്ന് വെച്ചാൽ, ഞാൻ എന്നെ പറഞ്ഞില്ലേ, എൻ്റെ മൂന്നാറ് പോയി എൻ്റെ മൊബൈലും എൻ്റെ സിമ്മും എടുക്കുക അവൻ്റെ കയ്യിലാണ് ഉണ്ടായത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ സിമ്മും ഈ പറയുന്ന മെഹനാസ് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് മെഹനാസിനുള്ളത്?
അതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവനെ വിളിച്ചിട്ടാണ് ഈ 3 ട്രിപ്പിന് ഞാൻ പോകുന്നത്. ഇന്ന് വരും അറിയാത്ത മാനാസാണ് നിങ്ങൾ 3 ട്രിപ്പിന് വിളിക്കുന്നത്. അത് മൊബൈലിൽ വിളിച്ചിട്ട് പെട്ടെന്ന് പറയാണ് നിങ്ങൾ പെട്ടെന്ന് വാ, നമ്മൾ പെട്ടെന്നാക്കിയൊരു പ്ലാനാണ് 3. പിന്നെ അതുമല്ല അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടി വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞതാണ് നീ ആരും കൂട്ടണ്ട, നീ എൻ്റെ അളിയനുണ്ട് അവനെ കൂട്ടിയിട്ട് വാന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ അവൻ്റെ അളിയനും ഞാൻ എടുത്ത് പോയതാണ്. ഈ റിഫയുടെ വർക്ക് പോയി അവിടുന്ന് എല്ലാവരും കണ്ടില്ലേ, ബ്ലോഗൊക്കെ കണ്ടതാണ് എല്ലാവരും. എനിക്കറിയേണ്ടത് ഈ 3 എന്താണ് സംഭവം? നിങ്ങൾ പറഞ്ഞു നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന്, അതെന്താണ് ആക്ച്വലി എന്താണ് സംഭവം, എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്, അത് മാത്രം ഒന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ 3 എത്തി. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഈ ജംഷാദ് അവളെ തോണ്ടി ഇത് കണ്ണുകൊണ്ട് കണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത് അതിലേക്ക്? പെട്ടെന്ന് ഈ മെഹനാസ് എൻ്റെ ഫോൺ വാങ്ങിയെന്ന് വെച്ചാൽ കളവ് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. എനിക്ക് നിൻ്റെ ഫോണ് വേണം, ഒന്ന് ഫോട്ടോ എടുക്കാനാണ്. ഞാൻ പൊട്ടനെനിക്ക് അവരെല്ലാവരും അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് നല്ലോണം വിശ്വസിച്ചിട്ട് ഒക്കെ വന്ന ആളല്ലേ. അങ്ങനെ ഇവൻ എൻ്റെ ഫോണ് ഞാൻ കൊടുത്ത് പെട്ടെന്ന് മെഹനാസ് എനിക്ക് മൊബൈൽ ഇങ്ങോട്ടേക്ക് തന്നിട്ട് പെട്ടെന്ന് എന്തിനാണ് ഫോൺ വാങ്ങിയത്, എന്തിനാണ് ഒന്നുകൂടി വ്യക്തമാക്കുക? അത് ഇവന് ഫോട്ടോ എടുക്കാനായിട്ടാണ് എന്നോട് വാങ്ങിയത്. ഓക്കെ, ഞാൻ പിന്നെ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഇതിലുണ്ടായി. എന്താ ഈ മാനാസിന്റെ ഫോണിനേക്കാളും വല്ല പ്രത്യേകത നിങ്ങളുടെ ഫോണിനുണ്ടോ? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഐഫോൺ 12 Pro Max ആണ്. അതായത് ഞാൻ ദുബായിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വാങ്ങിയത് ഫോണാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു വലിയൊരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പണിയെടുത്തിട്ട് എടുത്ത ഫോണാണത്. അങ്ങനെ പെട്ടെന്ന് ഇവന് റൂമിലേക്ക് റിഫാനെ കൊണ്ട് പോകുന്നുണ്ട്. എന്തിനൊന്നും നടക്കില്ല, ഞാൻ ഇവരൊക്കെ നല്ല ഹാപ്പിയിലാണുണ്ട്. അതായത് ഈ ബാക്കിയെല്ലാവരും ഇല്ലേ അവരെ വിശ്വസിച്ച് അവരൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഇങ്ങനെ ബഹളമെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ബഹളം കേൾക്കുന്നുണ്ട്. അപ്പുറത്തെ റൂമിൽ പോയി കുറ്റിയിട്ടിട്ടുണ്ട് അവർ. അങ്ങനെ ബഹളം കേട്ടിട്ട് ഞാൻ ജംഷാദും ഉണ്ടായി എൻ്റെ അടുത്ത്. അപ്പോൾ ജംഷാദിനോട് ഞാൻ ചോദിച്ചു, ജംഷാദ് എന്ത് സംഭവം, നമ്മളൊപ്പം ഉണ്ടായ ഒരാളല്ലേ, 2 ആളല്ലേ, എന്ത് സംഭവം, എന്ത് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജംഷാദ് എന്നോട് പറഞ്ഞതാണ് ഇവൻ്റെ ഈ റിഫയുടെ മോന് എന്തോ താഴെ കീഞ്ഞിട്ട് പോയതിന് അവരെന്തോ കുൽമാലായി എന്നാണ്. അപ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു റൂൾ, ആരും അവർ പേഴ്സണൽ ഇതല്ലേ അവർ എന്തിനാ ഇതാക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടായി. അങ്ങനെ ഇവൻ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് എൻ്റെ ഫോണ് തന്നിട്ട് എന്നെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ റൂമിലേക്ക്, അപ്പുറത്തെ റൂമിലേക്ക് വിട്ടിട്ട് കൊണ്ടുപോയിട്ട് എന്നോട് വേണ്ടാത്ത എന്തെല്ലാം ക്വസ്റ്റ്യൻ എന്നോടാണ് ചോദിക്കുന്നുള്ള. ഒക്കെ പോയ ഇവരൊക്കെ ട്രിപ്പിൽ പോയ എന്നോട് വേണ്ടാത്ത എന്തോ ഒരു മിനിറ്റിന് നേരെ ഉണ്ടായ ആൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ എന്തല്ല ഈ ചോദ്യം എന്താണ് അതൊന്ന് വ്യക്തമാക്കി പറയും. ഇത് നീ റിഫയ്ക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചെന്നാണ് എന്നോട് അവന് ചോദിച്ചത്. നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ അങ്ങനെ ആക്കി. അപ്പം ഞാൻ എൻ്റെ ഫോൺ പിന്നെയും ഫോണ് കാണിച്ചു കൊടുത്ത് നിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ മെസ്സേജ് അയച്ചാൽ നീ നോക്കിക്കോ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവിടുന്ന് പറഞ്ഞു. പിന്നെയാണ് എനിക്കൊരു ചിന്ത വരുന്നത്, ഇതെന്തോ ഒരു ഐഡിയ ഉണ്ട്, ഇതെന്തോ കളിയുണ്ടെന്നാണ് ഞാൻ ആ ഒരു ടൈം എന്തിനായി ഒക്കെ വന്ന് എന്നെ ഇങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ തിങ്കാക്കി ഇതെന്തോ എന്നെ ബ്ലാക്ക് മെയിലാക്കാനുള്ള ഒരു പരിപാടിയാണ്. അതുമല്ല ഞാൻ അവിടെ ഇരുന്നിട്ടല്ലേ ഉള്ള അവരൊപ്പം അവിടെ ബെഡിൽ എല്ലാവർക്കും ഇരുന്നിട്ടുണ്ട്. എന്നെ അറിയാണ്ട് അവൻ വീഡിയോ എടുക്കുന്ന ദൃശ്യം എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇത് നിന്നെ ഞാൻ പബ്ലിഷ് ആക്കും വേണ്ടാത്ത രീതിയിൽ പറഞ്ഞ് ഇതാക്കിയിട്ട്, പിന്നെ ഇതിനു വേണ്ടി ഈ റിഫ നിൻ്റെ മേലേക്ക് ഞാൻ ഇടും. അങ്ങനെ ചെയ്യാല്ലേ റിഫ നിൻ്റെ മേലേക്ക് കെട്ടിച്ച് പിന്നെ നീ ഇതുവരെ അവളെ നോക്കിയ ചിലവെല്ലാം നീ തരേണ്ടി വരും. ഇതൊക്കെ എന്ത് ഓക്കെ ഈ പറയുന്ന സമയത്തൊക്കെ റിഫ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിഫ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ റിഫ അറിയാതെ റിഫയെ ഉപയോഗിച്ചതാണ്, എന്താണ് സംഭവം? ഞാൻ പറയുന്നത് ഇത് റിഫയെ വെച്ചിട്ട് ഇവന് കളിച്ച തന്നെയാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നെ ഒരു ബ്ലാക്ക് മെയിലാക്കി ഞങ്ങൾക്ക് തോന്നിയത് തന്നെ എന്തെല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ആക്കുമ്പോൾ നേരണ്ട ഒരുത്തന് പെട്ടെന്ന് എന്നെ ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ തോന്നിയത് എന്നെ റൂമിലിട്ടിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും മോശമായ മെസ്സേജ് ഈ പറയുന്ന റിഫക്ക് അയച്ചിട്ടുണ്ടോ? സത്യമായിട്ട് പറയണം, കാരണം ഇതൊക്കെ നിങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നാളുകളിൽ ഇതൊക്കെ പുറത്തു വരും. അതെ കറക്റ്റാണ്. ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കപ്പിൾസിൻ്റെ ഒപ്പം ഞാൻ ട്രിപ്പ് വരും. ഈ അവളെ ഭർത്താവ് ഉണ്ടായിരിക്കും, ഞാൻ അവൻ്റെ ഒപ്പം പോവോ? ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തല്ലോ, ഇതൊക്കെ നിങ്ങൾ പോലീസിനോട് ഇങ്ങനെ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നോ?
പോലീസിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ വീഡിയോ എനിക്ക് അവൻ അയച്ചൊന്നും തന്നിട്ടില്ല. ഓൾറെഡി എന്തും അയച്ചു തന്നിട്ടില്ല. അവന് പകർത്തിയതാണ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ വീഡിയോ ഞാൻ അറിയാണ്ട്. എന്നിട്ട് ഞാൻ എങ്ങനെയെല്ലാം ആക്കി ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട്. മീൻസ് എൻ്റെ ഉമ്മാക്ക് അവിടുന്ന് വിളിച്ച്. എൻ്റെ 2 ഫോണുണ്ടായിരുന്നു. ഈ നിങ്ങളുടെ എന്തെങ്കിലും ഈ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൻ്റെ കയ്യിലുണ്ടോ? അതെ, അതാണ് ഞാൻ പറയാൻ വെച്ചത്. എല്ലാവരോടും പറയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫോൺ അവൻ്റെ കയ്യിലുണ്ടായത്, അതായത് ഇവർ റൂമിൽ പോയില്ലേ, റൂമിൽ പോയിട്ട് ആ ടൈം എടുത്തതാണ് എൻ്റെ സംശയം. എൻ്റെ വീഡിയോസ്, എൻ്റെ പേഴ്സണൽ വീഡിയോസ്, ഞാൻ ഐഡിയയിലുണ്ടായ എൻ്റെ പേഴ്സണൽ വീഡിയോസ് അവന് എടുത്തിട്ട് അവൻ്റെ കൈവശമാണുള്ളത്. നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള? അതെ, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ എന്നെ അവന് പ്രതിയായിട്ടെല്ലാം കൊണ്ടുവരുന്നുള്ളത്. ഈ വിവരം നിങ്ങൾ പോലീസിൽ പറഞ്ഞു? ഇത് ഓൾറെഡി ഞാൻ ഇന്ന് പറഞ്ഞതല്ല പോലീസിനോട്. മുമ്പേ അന്നെ എപ്പോൾ അവിടുന്ന് മൂന്നാറിന് എന്നെ ഫോണ് ഇടയ്ക്ക് പിടിച്ച് പറ്റിയ അന്ന് ഇവിടെ നാട്ടിലെത്തിയില്ലേ, എങ്ങനെയെല്ലാം ആക്കിയിട്ട് ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഉമ്മ. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മ എനിക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ച് ഞാൻ മോനെ ഇവിടെ ഉപ്പാക്ക് കഴിയുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് എൻ്റെ ഉപ്പാക്ക് സുഖമില്ല, പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം. എൻ്റെ ഉപ്പാക്ക് അറ്റാക്ക് വന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ടെൻഷനായിട്ട് ഇപ്പോൾ കിടന്നിട്ടാണ് ഉള്ളത്. നേരെ ഉണ്ടായ ഒരു മെൻഷനാണ്. നമുക്ക് ഉപ്പ അല്ലാതെ വേറെ ആരുമില്ല. ഇത്ര കാലം നോക്കി എൻ്റെ ഉപ്പാണ് തന്നെ. നമ്മൾ 4 ആൾ സിസ്റ്റേഴ്സിനടക്കം. എന്ത് പറയാ, നല്ല ബേജാറാണ്. അന്നെങ്കിലും ഞാൻ പറയാണ്. എന്നിട്ട് ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് ഞാൻ പരാതി കൊടുത്തു. എൻ്റെ ഫോൺ ഇങ്ങനെ തട്ടിപ്പറിച്ചിട്ടുണ്ട് സാറേ, എന്നെ ഒക്കെ കൊണ്ടുപോയി അവിടുന്ന് ആളൊക്കെ മാറി എൻ്റെ മൊബൈൽ ബ്ലാക്ക് മെയിൽ ആക്കാൻ നോക്കിയതിൽ ഞാൻ പരാതി കൊടുത്തു സാറിന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സാറ് അവനെ വിളിപ്പിച്ച് ഫസ്റ്റ് 2 തവണ വിളിപ്പിച്ചിട്ട് അവൻ വന്നില്ല മെഹനാസ്. എന്നിട്ട് 3ാമത്തെ വിളിച്ചിട്ടാണ് ഈ മെഹനാസ് വന്നിട്ട് അവിടുന്ന് കോംപ്രമൈസ് ആയ കഥയാണ്. എന്തുമില്ല അവിടുന്ന് സാറ് എല്ലാം കോംപ്രമൈസ് ഇതാക്കി. ഞാൻ എൻ്റെ എല്ലാം കാണിച്ചു കൊടുത്തു സാറിന്. എൻ്റെ സാറിന് ഞാൻ നിരപരാധി എന്ന് ഇത് തെളിവെടുക്കാൻ ഞാൻ കാണിച്ചു കൊടുത്തു. ഈ വോയിസ് എപ്പോഴാണ് വന്നത്? ഇപ്പം നിങ്ങൾ ആദ്യം കേൾപ്പിച്ച വോയിസ് ഇത് എൻ്റെ ഫോണ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തില്ലേ, എൻ്റെ ഫോണില്ല. ഇനി ആർക്കും എൻ്റെ ഫോണ് ഞങ്ങൾക്ക് അവകാശമില്ലാത്ത വേറെ ഒരാൾ എടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ല അല്ലേ? അവൻ്റെ കയ്യിലാണ് എൻ്റെ വൺ വീക്ക് എടുക്കും. അവൻ്റെ കയ്യിലാണ് എൻ്റെ ഫോണുണ്ട്. എൻ്റെ ഫോണ് അവൻ്റെ കയ്യിലുണ്ടായത്, എൻ്റെ ഫോൺ. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് എനിക്ക് ഫോൺ കിട്ടുന്നത് സാറിന്. അങ്ങനെ ഞാൻ എന്താക്കി, സാറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞ് സാർ എനിക്ക് ആ മൊബൈൽ വാങ്ങിത്തന്ന രീതി കണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് തന്നെ കയറിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കാരണം ഞാൻ ദുബായിക്ക് പോയിട്ട്, ഇത്ര ചെറുപ്പത്തിൽ ദുബായിക്ക് പോയിട്ട് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് തുടങ്ങി ബിസിനസ് ചെയ്തിട്ടാണ് ആ മൊബൈൽ വാങ്ങിയത്. എന്നിട്ട് ഞാൻ ഈ വോയിസ് നിങ്ങൾ ചോദിച്ചില്ലേ, സാർ ചോദിച്ചേ ഈ വോയിസ് എപ്പോഴാണ്, ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഞാൻ പറയാം എന്താ, എനിക്ക് വേറെ ഇതില്ല നിവൃത്തി. എന്താ വെച്ചാൽ എനിക്ക് ബിസിനസ് ഇതാണ്, ക്രീം ബിസിനസ് അല്ല. എൻ്റെ A to Z എൻ്റെ മൊബൈൽ, അവനടുത്ത മൊബൈലാണ് എൻ്റെ എല്ലാ കാര്യവും ഉള്ളത്. ഇത് നിങ്ങൾക്ക് ബ്ലാക്ക് മെയിലിംഗ് ചെയ്തതാണെന്ന് തോന്നിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പാണ് ഒന്നും അയച്ചിട്ടില്ല എന്നുള്ളത്? നിങ്ങൾക്ക് ഉറപ്പാണ്? 100% ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്ലോഗറിനാണ് അവന് ഇങ്ങനെ ആയിട്ട് വെരിഫൈ വെച്ചിട്ട് തന്നെ വേറെ രീതിയിൽ കളിച്ച ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മനസ്സിലായില്ല. ഈ റിഫൈ വെച്ചിട്ട് എന്നെ പോലെ ബ്ലാക്ക് മെയിൽ ആക്കാനുള്ള നോക്കിയ എന്നെ പോലെ തന്നെ നിങ്ങളെ പോലെ ചെയ്തത് അങ്ങനെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, അതെങ്ങനെയാ? വലിയൊരു ആരോപണമാണല്ലോ. അത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്? അത് എന്ന് വെച്ചാൽ ഞാൻ ഇവന് ഇത്രയ്ക്കും ചെയ്തിട്ട് ഞാൻ അന്വേഷിച്ച് ഇവൻ എങ്ങനെയാണ് ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അന്വേഷിച്ച് കിട്ടിയതാണ് ഈ സംഭവം. പക്ഷെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മെഹനാസ് കഴിഞ്ഞ പ്രാവശ്യം ബാച്ച പറഞ്ഞ ആരോപണങ്ങളൊക്കെ മെഹനാസ് നിഷേധിച്ച് രംഗത്ത് വരികയാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനൊരു സംഭവമേ ഇല്ല എന്നാണ് മെഹനാസിൻ്റെ കൂടെ നിൽക്കുന്ന മീഡിയാസൊക്കെ വിളിച്ചു പറയുന്നത്. പിന്നെ ഒന്നുണ്ട്, ഞാൻ പറയാം. ഈ കാസർഗോഡ് മിഞ്ഞാന്നടക്കം ഈ മെഹനാസിനെ പോലീസ് സ്റ്റേഷനിലടക്കം വിളിച്ചതാണ്. എന്തിനാണ് മിഞ്ഞാന്ന് വിളിച്ചു വരുത്തിയത്? കാരണം എന്താ വെച്ചാൽ എൻ്റെ പേഴ്സണൽ വീഡിയോസ് അവൻ്റെ കയ്യിലാണ് ഉള്ളത്. അത് വെച്ചിട്ടാണ് ഇവന് കുറച്ച് ആൾക്കാർ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ വീഡിയോസ്. ഞാൻ പറഞ്ഞ് അവൻ്റെ ഭാര്യയായിട്ടുള്ള എന്തെങ്കിലും പേഴ്സണൽ വീഡിയോസ് ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലേ,
എന്തായാലും ഞാൻ ആരും ശിക്ഷിക്കപ്പെടണം. അതെ, അതാണ് എൻ്റെ ഇത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടണം. അതെ, ആര് ഞാൻ മാത്രം ഇനി ആരെങ്കിലും ഞാൻ തന്നെ പറയാം. അങ്ങനെ ഞാനെല്ലാം ബോധ്യപ്പെടുത്തിയതാണ്. ഈ മെഹനാസ് അടുക്കും ഉണ്ടായതാണ് ഈ CI സാറിൻ്റെ അടുത്ത്. അല്ല, എന്താണ് മിനിഞ്ഞാന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മെഹനാസ് മിനിഞ്ഞാന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്, കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ. നിങ്ങളുടെ പരാതിയിൽ വിളിച്ചു വരുത്തിയതാണ്, അല്ലാതെ മെഹനാസ് വന്നതല്ല. മെഹനാസിനെ വിളിച്ചു വരുത്തി. അതെ, എനിക്ക് വേറെ ഒരു രീതിയിൽ എനിക്ക് ഒരാളിന് ഇത് കിട്ടി. എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ അവന് പബ്ലിഷ് ആക്കുമെന്ന് പറയുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെയും ഞാൻ പരാതി കൊടുത്തു, CI സാറിൻ്റെ അടുത്ത് പോയിട്ട്. എന്നിട്ട് അവൻ വിളിച്ച് ഞാൻ സാറ് വിളിപ്പിച്ചവനെ. അന്ന് പിന്നെയും അവൻ വന്നില്ല, ഈ മെഹനാസ് വന്നില്ല. വിളിച്ചപ്പോൾ വന്നത് എൻ്റെ ഉപ്പാക്ക് അറ്റാക്ക് ആയിട്ട് പറഞ്ഞില്ലേ, അന്നാണ് അവന്, ഞാൻ മാംഗ്ലൂർ ഹോസ്പിറ്റലിലാണ് ഉണ്ടായത്, അന്നാണ് ഇവന് വന്നത് എവിടെ സാറിൻ്റെ അടുത്തേക്ക്. അങ്ങനെ സാറ് അവനോട് സാറിനോട് ഈ മെഹനാസ് സത്യം എന്താ പറയുക, സത്യമായിട്ട് പറഞ്ഞാണ് ഇവൻ്റെ ഒരു വീഡിയോസും ഇവനായിട്ട് ഒരു കോണ്ടാക്റ്റും ഇനി ഞാൻ പറയൂല, സോഷ്യൽ മീഡിയയിൽ പറയൂല, ഒന്നും ചെയ്യൂല, പോവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ പിന്നെ ഈ CI സാറ് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോസ് അവർക്ക് എടുക്കാനുള്ള അവകാശമില്ല, ഒരാർക്കും അവകാശമില്ല. ഇപ്പം ഞാൻ അവൻ്റെ ഫോൺ പോയിട്ട് ഞാൻ എടുത്തോ? ഇല്ലല്ലോ, ഞാൻ ഒരിക്കലും എടുത്തില്ല. അവൻ്റെ ഫോണാണ് ഞാൻ പറയുന്നത്, അവൻ്റെ ഫോണാണ് നിങ്ങൾ സെർച്ച് ചെയ്തെങ്കിൽ എന്തൊക്കെ കിട്ടും? അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ, കാരണം അവന്റെ ഫോൺ സെർച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അല്ല, അത് അവനക്ക് ആവശ്യമില്ലല്ലോ. അവൻ്റെ ഭാര്യയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ എടുക്കാനുള്ള അവകാശം അവനക്കുണ്ട്, അത് പോട്ട്. ഓക്കെ, ഇത് എൻ്റെ ഒന്നും ഇല്ലാത്ത എൻ്റെ ഫോൺ എൻ്റെ ലൈഫ് അടുക്കം തകർത്തതാണ് ഇവന്. CI എന്താ നിങ്ങളോട് പറഞ്ഞത്? CI എനിക്ക് ഉറപ്പ് നൽകിയതാണ് ഇപ്പം മിഞ്ഞാന്ന് വിളിപ്പിച്ചിട്ട് അവനെ. എന്ന് വെച്ചാൽ നീ ഇതിനായിട്ട് ഒരു പേടിക്കേണ്ടതും വേണ്ട, അവന് നിൻ്റെ ആയിട്ട് ഒന്നിനും വരൂല്ല, നിനക്ക് ആരോപണം ഒന്നും ഉന്നയിക്കൂല്ല എന്ന് പറഞ്ഞു. സത്യം അവൻ്റെ മുമ്പ് തന്നെ, അതായത് അവരൊപ്പം വന്ന ആളെല്ലാവരും സാക്ഷിക്കുണ്ട്. അവന് CI സാറിനോട് സത്യം ചെയ്യുന്ന എഴുതി കൊടുത്തിട്ടുണ്ടോ? എഴുതി കൊടുത്ത് എല്ലാം ഒപ്പെല്ലാം ഇട്ടിട്ട് ഏതെങ്കിലും രീതിയിൽ നിനക്കെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കുന്നതാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, എനിക്കെതിരെ കുറേ ചാനൽ ഇപ്പോൾ ഉണ്ട്. എന്നെ വേണ്ടാത്തല്ല പറഞ്ഞിട്ടും ഇവൻ്റെ ഒപ്പം കൂടിയിട്ട് എന്നെ മോശമായി പറയുന്ന കുറേ ചാനലുണ്ട്. ആ ചാനൽക്കെതിരെ കേസ് എടുക്കുന്നു ഈ സാറ് പറഞ്ഞിട്ടുണ്ട്.